ഒരു ബാംഗ്ലൂർ കഥയിൽ சொல்லட்டுமா? ബാംഗ്ലൂർ എന്തെല്ലാം കിട്ടുമെന്ന് അറിയാനായിട്ടേ ഞങ്ങൾ വെച്ചു പിടിച്ചു. ലക്ഷ്യബോധമില്ലാത്ത യാത്രയാണെങ്കിലും വിവരമില്ലാത്തതുകൊണ്ട് ആ ടെൻഷനൊന്നും ഞങ്ങൾ അലട്ടിയില്ല. രാവിലെ 7:30 ട്രെയിൻ കയറി. ദാ യാനുവിൻ്റെ എക്സൈറ്റ്മെൻറ്റ് കണ്ടില്ലേ? 6-ാം വയസ്സിൽ ആദ്യത്തെ ട്രെയിൻ യാത്രയാണ്. അതിൻ്റെ എക്സൈറ്റ്മെൻ്റ് ആണ് കേട്ടോ പുള്ളിക്ക്. ട്രെയിൻ ഇറങ്ങി ഫേമസ് ഡെസ്റ്റിനേഷൻ സ്പോട്ട് വിദ്യാർത്ഥി ഭവനിലോട്ട്. അവിടെ എത്താൻ പിടിച്ച ഓട്ടോ ചേട്ടൻ്റെ ദോശയുടെ പെരുമയുടെ തള്ളും കൂടി ആയപ്പോഴേ വിദ്യാർത്ഥി ഭവനിൽ കയറിയിട്ട് ഇനി ബാക്കി കാര്യമുള്ളൊന്നായി. അവിടെ എത്തിയപ്പോഴോ സഭാഷ് നല്ല തിരക്ക്. എന്തായാലും 3/4 മണിക്കൂറോളം വെയിറ്റ് ചെയ്തിട്ട് വേണം അതിനുള്ളിൽ കയറാമെന്നാണ് പറഞ്ഞത്. എന്നാൽ ദോശ കഴിച്ചിട്ടുള്ളൂ കാര്യമൊന്നായി. ഈ കാണുന്നവരെല്ലാം ഇതിലേക്ക് കടക്കാനായിട്ടുള്ള ഊഴം കാത്ത് നിൽക്കുന്നവരാട്ടോ. ഈ ഇറങ്ങി വരുന്നവരൊക്കെ ഭാഗ്യശാലികൾ വെച്ച് ഞങ്ങളും ഇരുന്നു. ഇത് ഈ കാണുന്ന അപ്പൂപ്പനുണ്ടല്ലോ, ഈ അപ്പൂപ്പൻ വിളിച്ചാൽ മാത്രമേ ഉള്ളിലേക്ക് കയറാൻ പറ്റുള്ളൂ. ടോക്കൺ നമ്പർ വിളിക്കും, കയറും. അങ്ങനെ ഞങ്ങളുടെ ഒഴിവായി. ആദ്യം സാമ്പാർ വടയാണ് കഴിച്ചത്. അടിപൊളിയായിരുന്നു. പിന്നെ മസാല ദോശ കഴിച്ചു. 3/4 മണിക്കൂറോളം കാത്തു നിന്ന് കഴിക്കേണ്ട കാര്യമുണ്ടോയെന്നൊന്നും സംശയം ഇല്ലാതില്ല. എന്നാലും കുഴപ്പമില്ല. അവിടുത്തെ കോഫി സൂപ്പറായിരുന്നു കേട്ടോ. കോഫി നന്നായിട്ടുണ്ടായിരുന്നു. പിന്നെ കേസരിയും കഴിച്ചു. എന്നിട്ട് അവിടെ നിന്ന് ഇറങ്ങി നെക്സ്റ്റ് ഫേമസ് ഡെസ്റ്റിനേഷനായ കൊമേഴ്ഷ്യൽ മാർക്കറ്റിലേക്ക്. നമ്മുടെ മലയാളികളുടെ തനത് കലാരൂപമായ ബാർഗെയിൻ ഷോപ്പിംഗ് ഉണ്ടല്ലോ, വലിയ പിടിയൊന്നും ഇല്ലെങ്കിലും ഞങ്ങൾ അതിനിറങ്ങി. കുറച്ചൊക്കെ ഷോപ്പിംഗ് ചെയ്തു. പിന്നെ പേഴ്സ് കാലിയാവാൻ തുടങ്ങിയപ്പോൾ അത് നിർത്തി. ഇവിടെ നല്ല ഭംഗിയുള്ള ലാച്ചുകളൊക്കെ കേട്ടു കേട്ടോ. എൻഗേജ്മെൻറ്റ്, പിന്നെ അതുപോലെ തന്നെ റിസപ്ഷനൊക്കെ യൂസ് ചെയ്യുന്ന നല്ല വെറൈറ്റി ലാച്ചുകൾ എനിക്കിഷ്ടപ്പെട്ടു. പിന്നെ കോളേജ് കുട്ടികൾക്കൊക്കെ പറ്റിയിട്ടുള്ള ഡ്രസ്സുകളാണ് ഇവിടെ കുറേ എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് മേഘ്ന ബിരിയാണിയാണ്. ബാംഗ്ലൂർ ഫേമസ് ബിരിയാണി എന്ന് കേട്ടപ്പോൾ മേഘ്ന എനിക്ക് വെച്ച് പിടിച്ചു. സൂപ്പറായിരുന്നു ബിരിയാണി. ഇവിടെ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷെ നല്ല ബിരിയാണി ആയിരുന്നു. നല്ല സർവീസും ആയിരുന്നു ഇവരുടെ. പിന്നെ ഗുവാലേസിയാണ് ഞങ്ങൾ പറഞ്ഞത്, അതും സൂപ്പറായിട്ടുണ്ടായിരുന്നു. അങ്ങനെ മേഘ്ന ബിരിയാണിയൊക്കെ കഴിച്ച് ആശ്വാസമായി തിരിച്ചു വീട്ടിലേക്ക്. ഒരു ദിവസത്തെ ബാംഗ്ലൂർ ഔട്ടിംഗ് ആണ് ഞങ്ങൾ ചിന്തിച്ചിട്ടുണ്ടായിരുന്നത്. അത് അടിപൊളിയായിട്ട് കവർ ചെയ്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് റെയിൽവേ സ്റ്റേഷനിലേക്ക്. അപ്പോൾ ഇന്നത്തെ ഷോപ്പിംഗും കഴിഞ്ഞു, വിശേഷങ്ങളും കഴിഞ്ഞു. അപ്പോൾ ബാംഗ്ലൂർ എന്തൊക്കെയോ കണ്ടു, എന്തൊക്കെയോ വാങ്ങി തിരിച്ചു പോന്നു.